ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടുപിടിച്ച് സെയിം ഡേയിൽ ചിങ്ങമാസം 1-ാം തീയതി ബൈപ്പാസ് നടത്തിയ ആളാണ് ഞാൻ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചത് ആ വർഷം ആ ഹോസ്പിറ്റലിലെ CCUവിലായിരുന്നു. ഹായ് ഹലോ നമസ്കാരം, ഞാൻ അനിൽ സന്തോഷറ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. നമ്മൾ ആ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് അഡൂരാൻസ് എന്ന് പറയുന്ന ചാനലിന് വേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഒരു വീഡിയോ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ആ വീഡിയോയിലെ തെറ്റുകൾ ഒരുപാട് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു പോസ്റ്റ് എഴുതിയിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം എൻ്റെ പോസ്റ്റ് വായിച്ചിട്ടുണ്ടെന്നും അതിനുശേഷം ഒരു വീഡിയോ പിന്നെയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു തെറ്റ് ചെയ്ത് ആ തെറ്റ് മറക്കാൻ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കുക എന്ന് പറയുന്നത് പോലെയാണ്. ഞാൻ അതിൽ അദ്ദേഹത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് ഈ എഴുത്തിൽ എഴുതിയിരുന്നത്. പക്ഷെ ശരിക്കും അദ്ദേഹം മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ ധർമ്മമാണോ ചെയ്യുന്നത്? ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം. അതിനുശേഷം ഓരോന്നിനും മറുപടി വീണ്ടും. ഞാൻ അങ്ങോട്ട് പോയി എൻ്റെ ബോഡി എല്ലാ വർഷവും ചെക്ക് ചെയ്തതിന് അപ്പുറത്തേക്ക് ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടുപിടിച്ച് സെയിം ഡേയിൽ ചിങ്ങമാസം 1-ാം തീയതി ബൈപ്പാസ് നടത്തിയ ആളാണ് ഞാൻ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചത് ആ വർഷം ആ ഹോസ്പിറ്റലിലെ CCUവിലായിരുന്നു. ഇങ്ങനെ സത്യം വിളിച്ചു പറയുന്നവരെ കൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞു. രേണുസുതി ICUവിലായിരുന്ന സമയത്ത് സീമാജി നായർ കാണാൻ വന്നിരുന്നു. വീഡിയോ കോൾ വിളിച്ച് കണ്ടതായി നമുക്കറിയാം. അതിനുശേഷം രേണു ഒരു AI ചിത്രം നിർമ്മിച്ച് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ ഒരു AI ചിത്രമാണെന്ന് പോലും തിരിച്ചറിയാൻ വയ്യാതെ വിമർശിച്ച വ്യക്തി ഇപ്പോൾ നമ്മളോട് പറയുന്ന കേട്ടോ, ആൽവിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നപ്പോൾ ആനിവേഴ്സറി അവിടെ കേക്കൊക്കെ മുറിച്ച് പുള്ളി ആഘോഷിച്ചെന്നാണ് പറയുന്നത്. എന്താണ് ICU, എന്താണ് CCU? ഇത് ഇദ്ദേഹത്തിന് അറിയാമോ ഇല്ലയോ എന്ന് എൻ്റെ ഒരു സംശയമാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പുസ്തകം വായിച്ചാൽ കിട്ടുന്ന അറിവുകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇത്രയുമൊക്കെ അറിവുള്ള അങ്ങ് എന്തുകൊണ്ടാണ് വീണ്ടും ഇതുപോലെ വിവരക്കേട് പറയുന്നത്? എൻ്റെ ഒരു ചെറിയ സംശയം മാത്രമാണ്. CCU എന്താണെന്ന് അങ്ങക്ക് അറിയില്ലേ? അവിടെ വെച്ച് നമുക്ക് വെഡിങ് ആനിവേഴ്സറി പാർട്ടി ആഘോഷിക്കാൻ പറ്റുമോ? അതിന്റെ ഒരു വിശദീകരണം തന്നാൽ. AI പിക്ചർ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അങ്ങ് സ്വയം അവകാശപ്പെടുന്നു CCUവിൽ അങ്ങ് ആനിവേഴ്സറി ആഘോഷിച്ചെന്ന്. ഇനി നമുക്ക് അടുത്തത് കേട്ടു. ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരു ഈ പറഞ്ഞ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരാളൊരു ഫേസ്ബുക്കിൽ എനിക്കൊരു ലൈവ് ഇട്ടിരുന്നു. ലൈവല്ല, ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, പിന്നെ എന്നെ മുതിർന്ന പത്രപ്രവർത്തകനെന്ന് ഞാൻ സ്വയം എങ്ങും പറഞ്ഞിട്ടില്ല. അദ്ദേഹം അറിയാൻ വേണ്ടി പറയാം. 14-ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ പൊതുവേദികളിൽ മണിക്കൂറുകളോളം നിന്ന് സംസാരിച്ചിട്ടുള്ള ആളാണ്. പിന്നെ മുതിർന്നതെന്ന് പറഞ്ഞത് ഒരുപക്ഷെ ഞാൻ ഏജ്ഡായിട്ടുള്ള ആളാണെന്ന് വിചാരിച്ചൊക്കെ ആയിരിക്കും ആ പറഞ്ഞ ആൾ പറഞ്ഞത്. അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, ഷെഫീന ബീവിയുടെ മാപ്പ് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്ത്രീയെ ബഹുമാനിക്കാൻ പഠിക്കുകയാണ് അവളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. സ്വന്തം ഭാര്യ എടീന്ന് വിളിക്കുന്ന പോലും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഒരാളും അങ്ങനെ സ്വന്തം ഭാര്യ എടീന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം ശരിയാണ്. സ്ത്രീയെ ബഹുമാനിക്കാൻ പഠിക്കണം. പക്ഷെ അത് അർഹതപ്പെട്ടവർക്ക് കൊടുത്താൽ പോരെ മാഷെ? മുതിർന്ന പത്രപ്രവർത്തകനാണെന്ന് പറയുമ്പോഴും ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, സമൂഹത്തിന് വിപത്തായ ഒരു സ്ത്രീ, അവർ സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്ത ഒരെണ്ണം താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? പൊതുസമൂഹത്തിലൂടെ മറ്റുള്ളവരെ അസഭ്യം പറയുക എന്നുള്ളവരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് പൊതുമാധ്യമത്തിലൂടെ പറയുമ്പോൾ നിങ്ങൾക്കുമില്ലേ കുടുംബം? അവരിതൊന്നും കേൾക്കുന്നില്ലേ? ഈ കഴിഞ്ഞ ദിവസവും വിവാദ വീഡിയോ ഉണ്ടായത് നിങ്ങൾക്കറിയാം. ഒരു റിയാക്ഷൻ വീഡിയോ ആയിരുന്നു കഴിഞ്ഞ ദിവസം അവർ ചെയ്തത്. ഒരു പെൺകുട്ടിയെ അത്ര മോശമായി സംസാരിച്ച് അവരോട് നിങ്ങൾക്ക് എന്ത് രീതിയിലാണ് ആരാധനയെന്ന് ഇതൊരു ആരാധനയല്ല, സത്യത്തിൽ അവർ നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരിക്കും. ഇനി നമുക്ക് അടുത്തതൊന്ന് കേട്ടു നോക്കാം. പുരുഷൻ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ സ്ത്രീ 9 കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്ന ആളാണെന്നാണ് വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുള്ളത്. ഞാൻ അവരുടെ മാപ്പോ ക്ഷമയോ പറഞ്ഞു. അത് എൻ്റെ അന്തസ്സാണ്. അത് നിങ്ങൾക്ക് അവരോടുള്ള വ്യക്തിബന്ധത്തിൻ്റെ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പുറത്തല്ല ഞാനത് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഒരു സ്ത്രീയോട്, മറ്റൊരു സ്ത്രീയോട്, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, ഫോൺ ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിയോട് എനിക്ക് തോന്നിയ ഒരു ആദരവ്, സ്ത്രീത്വത്തോടു കൂടി ആദരവാണത്. അദ്ദേഹം പറയുന്ന ഈ ഒരു കാര്യത്തിനോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഒരു സ്ത്രീക്ക് പുരുഷനേക്കാൾ കൂടുതൽ ചിന്താശേഷി ഉണ്ടെന്നാണ് പറയുന്നത്. അത്രയും ചിന്താശേഷിയുള്ള ആ സ്ത്രീ നിങ്ങളെ വെറും ഒരു കളിപ്പാവയാക്കിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് എൻ്റെ തെറ്റല്ല മാഷെ. അത്രയ്ക്കും ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണെന്ന് നിങ്ങൾ അവരിൽ അവകാശപ്പെടുമ്പോൾ അവർ നിങ്ങളെ ഒരു കളിപ്പാവയാക്കിയതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ വീണ്ടും അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് വിഡ്ഢിത്തം പറയുന്നത്. നിങ്ങളുടെ വീഡിയോയിൽ ഒരു ശരിയെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു ശരി നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? റിയാക്ഷൻ ചെയ്യുന്ന പോലെ നിങ്ങളുടെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് തന്നെ റിയാക്ഷൻ ചെയ്യാം. നമുക്ക് അടുത്തൊന്ന് കേട്ടു. പറഞ്ഞ രേഷ്മ തങ്കച്ചൻ തന്നെ ആൾക്കാരിങ്ങനെ ICUവിൽ എങ്ങനെ പോയി ഇവര് സീമാജി നായർ സർ മാഡം കയറി എന്ന് പറഞ്ഞ സമയത്ത് മറ്റൊരു ബില്ലിൻ്റെ ഒറിജിനാലിറ്റിയെ പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിനൊക്കെ എനിക്ക് വ്യക്തമായ അഭിപ്രായം ഉണ്ട് അക്കാര്യത്തിൽ. കാരണം ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ബില്ലടിക്കുന്ന സമയത്ത് അത് എങ്ങനെ പുറത്തേക്ക് വരുന്നു, അതിൻ്റെ ഫോണ്ട് എന്തായിരിക്കുന്നു, ആ ഫോണ്ടിൻ്റെ രീതി എന്തായിരിക്കും എന്നൊക്കെ വ്യക്തമായിട്ട് എനിക്കറിയാൻ പറ്റും.
അത് വിവരമുള്ള ഒരാൾ പരിശോധിച്ചാൽ അതെന്താണെന്നുള്ള മനസ്സിലാകുമെന്ന് മാത്രമേ ഇപ്പോഴും അതിനകത്ത് പറയുന്നത്. ആരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴും എതിർഭാഗത്ത് നിൽക്കുന്ന സത്യം വിളിച്ചു പറയുന്നവരെ ക്രൂശിക്കാനുള്ള നടപടിയായിട്ട് പോകും. ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. സീമാജി നായർ അകത്ത് ചെന്നതും ഫോട്ടോയും തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത് ഇന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ രണ്ടാമത് പറയുന്നത് ബില്ല് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു ആൾക്കും മനസ്സിലാവുമെന്ന്. അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹത്തിന് സാമാന്യ ബുദ്ധി ഇല്ലെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ബില്ലിൽ അദ്ദേഹം തന്നെയാണ് പറയുന്നത് രോഗിയുടെ പേരില്ല, ആ ബില്ല് വാങ്ങിയിരിക്കുന്നത് 2001 എല്ലാം തെറ്റായ ഇൻഫർമേഷൻ തന്ന ഇദ്ദേഹം ഇപ്പോഴും പറയുന്നത് ബില്ല് കറക്റ്റായി നോക്കുന്നവർക്ക് അത് മനസ്സിലാകുമെന്നാണ്. അപ്പോൾ ശരിയാണ്, ഞങ്ങൾക്കൊക്കെ അത് കറക്റ്റായിട്ട് മനസ്സിലായി. അത് ഞങ്ങൾ കറക്റ്റായിട്ട് ആ ബില്ല് നോക്കിയത് കൊണ്ടാണ്. ഇപ്പോഴെങ്കിലും അങ്ങേക്ക് മനസ്സിലായല്ലോ അങ്ങയുടെ ഭാഗത്തെ മിസ്റ്റേക്ക് എന്താണെന്ന്. അത് അംഗീകരിക്കുക, അതിനെ വീണ്ടും ന്യായീകരിക്കുകയല്ല. അധികകാലം ഒന്നും ആർക്കും മൂടി വെക്കാൻ സാധിക്കത്തില്ല. എത്ര നാളിൽ മൂടി വെച്ചാൽ അത് പുറത്തു വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പിന്നെ ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒന്നും ചെയ്യുവാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാനത് അപ്പം തന്നെ എതിർക്കുകയും ചെയ്യും. ശരിയാണ്, അദ്ദേഹത്തിന്റെ ആരാധന സ്ത്രീയായ ഷെബീന ബീബി ഇന്നലെ സ്ത്രീത്വത്തെ അപമാനിച്ചു. അദ്ദേഹം എതിർത്തോ? ആണാണെങ്കിൽ എതിർക്കും. ഇത്രയും നേരവും ഞാൻ ഇദ്ദേഹത്തിന് ബഹുമാനം കൊടുത്തു തന്നെയാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ഈ ഒരു വാക്ക് കേട്ടോ, സ്ത്രീത്വത്തെ അപമാനിച്ചാൽ അദ്ദേഹം എവിടെയായാലും പ്രതികരിക്കുമെന്ന്. നല്ല മാധ്യമ പ്രവർത്തകനാണെങ്കിൽ ഷെബീന ബീബി ഇന്നലെ സ്ത്രീത്വത്തെ അപമാനിച്ച് വീഡിയോ ഇട്ട് ലോകം മുഴുവനുമുള്ളവർ വിമർശിച്ചു. അങ്ങയുടെ വായിൽ നിന്ന് ഒരു അക്ഷരം കേട്ടില്ല. അങ്ങ് ഇപ്പോഴും ഷെബീനയുടെ അടിമയാണെന്നുള്ളതിന്റെ തെളിവാണത്. അല്ലെങ്കിൽ ഇതിനൊക്കെയാണ് അങ്ങ് പ്രതികരിക്കേണ്ടത്. ഇതിനെ പ്രതികരിക്കാത്ത അങ്ങേ ഞാൻ എന്താണ് പറയേണ്ടത്? ഇതിനാണ് ഞാൻ പറഞ്ഞത്, ഉണക്കമുന്തിരിയാണെന്നും പറഞ്ഞ് ആട്ടിൻകാട്ടം തന്നാലും അങ്ങ് അത് ഉണക്കമുന്തിരിയാണെന്നും പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുപോലും തിരിച്ചറിയാൻ അങ്ങേക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അങ്ങയുടെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. ഈ പറഞ്ഞ രേണു സുധി സോഷ്യൽ മീഡിയയിൽ വരികയും തനിക്ക് വലിയ സാമ്പത്തിക ആവശ്യമുണ്ടെന്നും സാമ്പത്തികത്തിൻ്റെ അങ്ങേ അറ്റത്തെ ആവശ്യകതയിലായിരിക്കും, സഹായിക്കണം എന്ന് പറയുകയും എന്നെ സഹായിക്കാനുള്ളവർ എൻ്റെ 3 രാജ്യങ്ങളിലുള്ള ഏജന്റുമാരല്ലോ മാനേജർമാരെ ബന്ധപ്പെടണമെന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ അങ്ങേ വെല്ലുവിളിക്കുകയാണ്. രേണു സുധി ഏതെങ്കിലും ഒരു വീഡിയോയിൽ തന്നെ സഹായിക്കണമെന്നൊരു അഭ്യർത്ഥന നടത്തിയ ഒരു വീഡിയോ അങ്ങ് കാണിച്ചു തന്നാൽ ഈ ജോലി ഞാൻ ഇവിടെ, ഈ റിയാക്ഷൻ ബ്ലോഗ് ഞാൻ ഇന്ന് ഇവിടെ നിർത്താം. പിന്നെ എൻ്റെ മാനേജരോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത് എന്താണ്? അങ്ങൊന്ന് പറഞ്ഞേ. 3-4 മാനേജർമാരുണ്ടെന്ന് പറഞ്ഞു. ഒറ്റ മാനേജരേ ഉള്ളൂ, കരീഷ്മ എന്ന് പറയുന്ന ഒരു മാനേജരേ ഉള്ളൂ. അവൾക്കാണ് എൻ്റെ എല്ലാ അധികാരവും എന്നാണ് പറഞ്ഞത്. അവിടെ എങ്ങും പിരിവ് ചോദിച്ചിട്ടില്ല, ഒരാളിനോട് പോലും പിരിവ് ചോദിച്ചിട്ടില്ല. പിരിവിന് വേണ്ടി പറഞ്ഞ അൽത്തു ബ്ലോഗിനെ കരീഷ്മ വിളിച്ച് വാണിംഗ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അങ്ങ് അറിയുന്നില്ലേ? ഷെബീന പറയുന്ന വിഡ്ഢിത്തങ്ങൾ കേട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് സംസാരിക്കാതെ അങ്ങയോടുള്ള ബഹുമാനം തന്നെ സമൂഹത്തിന് പോകും. ഇത്രയും മുതിർന്ന ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങേക്ക് കിട്ടുന്ന ആ ബഹുമതികൾ പൊതുസമൂഹത്തിൽ എന്തിനാണ് അങ്ങ് തന്നെ ഇല്ലാതാക്കുന്നത്? ബില്ല് തിരുവനന്തപുരത്തെ ഒരു ബില്ല് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ബില്ലായിട്ട് പുറത്ത് വിട്ടിട്ടുണ്ട് അവരുടെ ചേച്ചി. ആ ബില്ലിൽ പറയുന്ന ഡേറ്റ് 13/11/2001 13/11/2001 ലക്ഷം രൂപ എന്ന് കൂട്ടുക. അങ്ങനെ 6 എണ്ണം, അപ്പോൾ 12 ലക്ഷം രൂപ വേണം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷെ ചോദ്യം ഇതൊന്നുമല്ല. ഇതേ മരുന്ന് ഇവിടുത്തെ നിർധനരായ രോഗികൾക്കും കിട്ടുന്നുണ്ട്. അവരുടെ ചേച്ചി വിറ്റ ബില്ലും അതിന്റെ വിവാദം നമ്മൾ ആദ്യം പറഞ്ഞു. എങ്കിലും അങ്ങ് ഈ പറഞ്ഞതുപോലെ ഒരു മരുന്നിന് 2 ലക്ഷം രൂപയാകും, അങ്ങനെ 6 എണ്ണം വേണം, അതിന്റെ പൈസ വേണമെന്ന് അവരുടെ ചേച്ചി എവിടെങ്കിലും അങ്ങയോട് പറഞ്ഞതായിട്ട് അങ്ങേക്ക് അറിയാമോ? ഒരു വീഡിയോ അല്ലെങ്കിൽ അങ്ങ് കേട്ട ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾപ്പിക്കാൻ പറ്റുമോ? പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങ് പറഞ്ഞത് രേണുവിന് അസുഖം ഇല്ല എന്ന് പറയുന്നവരുടെ അടുത്ത് അത് ഒറിജിനൽ ആണെന്നും അതിനുവേണ്ടി മാത്രമാണ് അവർ ആ ബില്ല് അവിടെ പബ്ലിഷ് ചെയ്തത്? അതുപോലും മനസ്സിലാക്കാൻ അങ്ങേക്ക് കഴിയാത്തത് ആരുടെ കുറ്റമാണ്? അങ്ങേ ഒരു പത്രപ്രവർത്തകൻ എന്ന് വിളിക്കുന്നതിൽ സത്യത്തിൽ ലജ്ജ തോന്നും. പരാതി അയക്കേണ്ടി വന്നത് അതുകൊണ്ടാണ്. ആ പരാതിയിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്, അല്ലെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ സത്യമുണ്ട്, വസ്തുതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ കമ്മീഷൻ ഈ പറഞ്ഞ രീതിയിൽ ആ പരാതി ഫയൽ സ്വീകരിക്കുകയും അത് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടായിട്ട് അന്വേഷണത്തിന് വിടുകയും ചെയ്തത്. എന്ത് ചെയ്താലും അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി PR വർക്കിന് വേണ്ടി ഒരു ടീമിനെ ഉള്ളപ്പോൾ നമ്മൾ പറയുന്ന സത്യത്തെ മൂടി വെക്കാൻ വേണ്ടിയുള്ള എല്ലാ കരുക്കളും അവർക്ക് കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഷഫീന ബീബി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെയാണ്. ബില്ലിൻ്റെ ഉടമ ആരായിരുന്നു എന്ന് നിങ്ങൾ തെളിയിക്കണമായിരുന്നു. ബില്ലിൻ്റെ വിലയേക്കാൾ കൂടുതൽ നിങ്ങൾ കാണിക്കേണ്ടിയിരുന്നത് 2021 നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടായിരുന്നോ? ഈ മരുന്ന് ആർക്ക് വേണ്ടി മേടിച്ചു? അത് നിങ്ങൾ തെളിയിക്കേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട്. എൻ്റെ ഒരു സംശയം ഞാൻ പറയട്ടെ. അങ്ങ് റേഷൻ കാർഡിന്റെ കഥകളൊന്നും പറയണ്ട. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ഇതിൽ രാഷ്ട്രീയം കൊണ്ടുവരികയും വേണ്ട. അച്ഛൻ, അമ്മ, 2 മക്കൾ, ഇങ്ങനെയുള്ള ഒരു കൊച്ചു കുടുംബം. ഇതിലേതെങ്കിലും ഒരു മകൻ പ്രവാസ ലോകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ ആ കാർഡ് മാറും. അവർക്ക് ഏത് കാർഡാണ് കിട്ടുന്നതെന്ന് അങ്ങയോട് ഞാൻ പറയണ്ടല്ലോ. പിന്നെ അവർക്കൊരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. എന്താണ്? മകൻ പ്രവാസിയാണ്. ഈ പ്രവാസ ലോകത്ത് പോകുന്ന ഒരു മകൻ എന്താണ് ആ പ്രവാസ ലോകത്തു നിന്ന് കിട്ടുന്നതെന്ന് അങ്ങേക്കറിയാമോ?
നാട്ടിലെ കിട്ടുന്ന അതേ ശമ്പളമൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ഒരു കാർ എടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ റേഷൻ കാർഡും മാറി. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ റേഷൻ കാർഡിന്റെ ആനുകൂല്യം കിട്ടുന്നത് ചിലർക്കൊക്കെ കിട്ടുന്നുണ്ട്, ചിലർക്കൊന്നും കിട്ടുന്നില്ല. അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കാൻ പോകുന്നില്ല. അത് പറയണമെങ്കിൽ അതിനു വേണ്ടി തന്നെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട്. അതിനകത്ത് രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല. ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും അർഹതപ്പെട്ടവരുടെ കയ്യിലല്ല ഇന്ന് റേഷൻ കാർഡ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളതെന്ന് അടിവരയിട്ട് എനിക്ക് പറയാൻ കഴിയും. ആ കംപ്ലൈന്റ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അതിനൊരു അന്വേഷണം നടന്നിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് എന്താണ് അങ്ങ് ഇപ്പോഴും പറയാത്തത്? അതും കൂടെ പറയൂ. അങ്ങയുടെ സുഹൃത്ത് പരാതി കൊടുത്തെന്നും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അരമണിക്കൂർ അങ്ങ് സംസാരിച്ചെന്നും പറയുന്നുണ്ട്. അതിനുശേഷം നടന്നതും കൂടെ പറയൂ. ഇപ്പോൾ നിങ്ങളുടെ കഥാനായകൻ എന്ത് സംഭവിച്ചു അതും കൂടെ ഒന്ന് പറയൂ, അത് ആൾക്കാർ അറിയട്ടെ. ഇതിന് എന്തിനാണ് ഒരു PR വർക്ക്? അങ്ങയോട് എന്റെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. അങ്ങ് പറയുന്ന ഇത്രയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് എന്തിനാണ് ഒരു PR വർക്ക്? മലയാളം വായിക്കാനും എഴുതാനും കേട്ടാൽ മനസ്സിലാകുന്ന ഏതൊരു വ്യക്തിക്കും അങ്ങ് പറയുന്ന വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതിന് ഒരു PR വർക്കിന്റെ ആവശ്യമില്ല. അതാണ് ഞാൻ കഴിഞ്ഞ പോസ്റ്റിൽ എഴുതിയത്. അംഗൻവാടിയിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, അക്ഷരം പഠിച്ച ഒരു കുഞ്ഞിന് പോലും അങ്ങയെ വിമർശിക്കാൻ പറ്റുമെന്നാണ് ഞാൻ എന്റെ പോസ്റ്റിൽ എഴുതിയത്. അതിൽ അടിവരയിട്ട് തന്നെ ഞാൻ പറയാം ശരിയാണെന്ന്. കാരണം ആ വീഡിയോയും അതിനുശേഷം വന്ന വീഡിയോയും അങ്ങ് കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതേ പരിപാടി തന്നെയാണ്. ഷെബീന ബീബി ചെയ്യുന്നതും അങ്ങ് ചെയ്യുന്നതും ഒന്ന് തന്നെയാണെങ്കിൽ നാട്ടുകാർ ഇതുപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷെബീന ബീബി പറഞ്ഞ നമ്മളെല്ലാം കേട്ടില്ലേ, ഒരു പെൺകുട്ടിയെ അപമാനിച്ചത് നമ്മൾ കേട്ടില്ലേ? ഇതുപോലെയാണ് അങ്ങ് പറഞ്ഞാൽ അങ്ങയ്ക്കും ആൾക്കാരെടുത്തിട്ട് പഞ്ഞിക്കിടും. അതിന് പിന്നെ PR വർക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഷെബീന ബീബി പറഞ്ഞ വോയിസുകൾ ഞാൻ ഇവിടെ കേൾപ്പിക്കുന്നില്ല. അത് അങ്ങ് കേട്ട് കാണുമെന്ന് എനിക്കറിയാം. അങ്ങയ്ക്ക് കേൾക്കാൻ അത്രയും ആരാധന പുരുഷനായ അങ്ങയുടെ ഫാമിലിയുടെ കൂടെ നിന്ന് വേണം അത് കേൾക്കാൻ. എന്നിട്ട് അവരുടെ അഭിപ്രായം കൂടെ അങ്ങ് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. ഇനി ഞാൻ അദ്ദേഹത്തിന്റെ വോയിസ് കേൾപ്പിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ വിമർശിക്കാനാണെങ്കിലുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ പോലെ മിറർ മോഡ് എന്താണെന്നോ അദ്ദേഹത്തിന് അറിയത്തില്ല. പിന്നെ അദ്ദേഹത്തിന്റെ വീഡിയോ എടുത്ത് അദ്ദേഹത്തിന് തന്നെ വിമർശിക്കാൻ ഇഷ്ടംപോലെ സംഭവങ്ങൾ കിട്ടും. ഞാൻ അദ്ദേഹത്തിനോട് പറയുന്നത്, സായാഹ്നങ്ങളിൽ ഒരു ചായയോ കാപ്പിയോ ഒക്കെ എടുത്തിട്ട് അങ്ങക്ക് ഇഷ്ടമുള്ള ആ ഒരു ശാന്തമായ ഒരിടത്ത് ഒറ്റയ്ക്കിരുന്ന് അങ്ങ് തന്നെ ആലോചിക്കും. ചെയ്ത വീഡിയോയിൽ വൈരുദ്ധ്യമായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങ് തന്നെ ചിന്തിക്കുക. ചിന്തിച്ചതിന് ശേഷം അങ്ങ് അത് തിരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കും. ഇനിയും ഷെബീന ബീബിയുടെ പേരും പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കത്തില്ല. അങ്ങ് പറയുന്ന ഓരോ പൊട്ടത്തരങ്ങളും ഇനി ഇപ്പോൾ തന്ന ബഹുമാനമൊക്കെ മാറ്റിവെച്ചിട്ട് ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും. ഇപ്പോഴും അങ്ങയ്ക്ക് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന ഒരു സ്ഥാനവും ഒരു ബഹുമാനവും തന്നു തന്നെയാണ് അങ്ങയോട് സംസാരിക്കുന്നത്. ന്യായമായ ഭാഷയിലാണ് ഇപ്പോഴും നമ്മൾ പ്രതികരിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ 2 വീഡിയോയും എടുത്തു വെച്ചിട്ട് ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. അങ്ങ് പറഞ്ഞ തെറ്റിനെ ഞാൻ തിരുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ് അങ്ങയ്ക്ക് പറ്റുമെങ്കിൽ ഒരു വീഡിയോ ചെയ്യും. എന്തായാലും അങ്ങയുടെ ഒരു പ്രതികരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും സ്നേഹം മാത്രം. ഈ വീഡിയോ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. അദ്ദേഹത്തിനെ മാത്രം വിമർശിച്ചുകൊണ്ട് മാത്രമാണ് ഈ വന്നത്. ഷെബീന ബീവിയുടെ വോയിസോ കാര്യങ്ങളോ ഒന്നും കേൾപ്പിക്കാത്തതിന്റെ കാര്യം, അത് നമ്മുടെ യൂട്യൂബിലൂടെ കേൾപ്പിക്കാൻ പറ്റാത്ത വാക്കുകളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും സ്നേഹം മാത്രം.